ലിവിങ് കോട്ടൺസ് വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാനായിട്ട് പോകുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിദേശ യാത്രകളും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം നൽകുന്ന അനുഭവങ്ങളും ആർജിച്ച് വരാനായിട്ട് പോവുകയാണ്. ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പായി ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ യാത്രയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളും ഒരുപാട് മുടങ്ങിപ്പോകുന്ന അനുഭവങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഭവങ്ങൾ മാറി ആദ്യമായിട്ട് ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും നിങ്ങളുടെ തടസ്സങ്ങൾ തട്ടി നീങ്ങുന്നതുമായ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ അശ്വതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് തടസ്സങ്ങൾ തരണം ചെയ്യാനുള്ള സമയമാണിത്. യാത്രകൾക്ക് തടസ്സമുണ്ടാവാം, ജോലിക്ക് തടസ്സമുണ്ടാവാം, മറ്റ് ജീവിത കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവാം, സാമ്പത്തികത്തിന് തടസ്സമുണ്ടാവാം. ഈ തടസ്സങ്ങളെല്ലാം തട്ടി നീക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റിയ ഒരു അവസരത്തിൻ്റെ വാതിലാണ് തുറന്നിരിക്കുന്നത്. യാത്രകൾ അനിവാര്യമായിട്ട് വരും. അപ്പോൾ അവിടെ സങ്കോചിച്ച് നിൽക്കാതെ മുന്നോട്ട് യാത്രകൾ ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിൽ എത്തിച്ചേരാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ വളരെയധികം വർദ്ധിക്കുവാനും ആ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പ്രശംസയും കാര്യങ്ങളും ഒക്കെ ലഭിക്കുമെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങളോട് എതിർത്ത് നിന്നിരുന്ന ആളുകൾ, നിങ്ങളെ കാണുമ്പോൾ കുറ്റം പറയുന്ന ആളുകൾ, നിങ്ങളെ അംഗീകരിക്കാത്ത ആളുകൾക്കൊക്കെ നിങ്ങളോട് ബഹുമാനം തുടങ്ങുകയും കാര്യങ്ങളും എല്ലാം ലഭിക്കും. ബഹുമാനിക്കും, അവർ നിങ്ങളെ നന്നായിട്ട് ബഹുമാനിക്കും. മുമ്പുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിലല്ല നിങ്ങൾ ഇനി മുതൽ ആളുകൾ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം ഇവരുടെ ഒരു സൂര്യദേവൻ്റെ അനുഗ്രഹം, അതുപോലെ തന്നെ അശ്വിനി രാജകുമാരന്മാരുടെ അനുഗ്രഹം, സരസ്വതി ദേവിയുടെ അനുഗ്രഹം, മറ്റ് ദേവന്മാരെല്ലാം ഇവരുടെ പിന്നിലാണ് നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സരസ്വതി ദേവിയോട് കൂടി ചേർന്ന് അമൃതനെ ഒരുപാട് ദേവന്മാർക്ക് കൊടുക്കുന്ന വൈദ്യന്മാരായിട്ടാണ് അശ്വതി നക്ഷത്രക്കാരെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കലാപരമായ കാര്യങ്ങളായിക്കോട്ടെ, ഏതൊരു കാര്യത്തിലും അശ്വതി നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ പറ്റത്തില്ലാത്തതും, അതുപോലെ അശ്വതി നക്ഷത്രക്കാരുടെ മൃഗം കുതിരയായതുകൊണ്ടും ഒന്നല്ല രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് തന്നെയും രണ്ട് രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് തോൽവി ഇല്ലാത്തതുകൊണ്ടുമാണ് അശ്വതി 1, 2, 3 പാദങ്ങളിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് മനസ്സിലാക്കുക. ഇതിൽ 1-ാം പാദക്കാർക്കും 2-ാം പാദക്കാർക്കുമാണ് ഏറ്റവും നല്ല സമയം. 1-ാം പാദക്കാരെക്കാൾ ഒരുപടി താഴെയായിരിക്കും 2-ാം പാദക്കാർ, നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും നല്ല കാലമാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ വിജയം ലഭിക്കും. സാമ്പത്തികമായ കാര്യങ്ങൾ, മുടക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ടോ നിങ്ങൾ സാമ്പത്തികം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവയെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഒരുപക്ഷെ സാമ്പത്തികമായ വഞ്ചനകൾ പോലുള്ള കാര്യങ്ങളിലേക്ക് പെട്ടുപോകാതെ സൂക്ഷിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മകീര നക്ഷത്രക്കാരെ കുറിച്ചാണ്. മകീര നക്ഷത്രക്കാർ വളരെയധികം നന്മയുള്ള നക്ഷത്രക്കാരാണ്, വളരെയധികം ബുദ്ധിശക്തിയുള്ള നക്ഷത്രക്കാരാണ്. ഒരുപാട് സഹനശക്തിയും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. പൊതുവെ അന്വേഷണ മനോഭാവമുള്ളവരാണ്. ഏതൊരു കാര്യവും തിരക്കി അറിഞ്ഞ് അതേപ്പറ്റി പഠിച്ച് ആ ഒരു മേഖലകളിൽ എത്തിച്ചേരുവാനായിട്ട് ഒരുപാട് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് മകീര നക്ഷത്രക്കാർ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അക്ഷീണം എല്ലാ കാര്യത്തിലും പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും തേടി ഇറങ്ങുന്ന ആളുകളാണ് മകീര നക്ഷത്രക്കാർ. പക്ഷേ പുതിയ തലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പരിചയമില്ലാത്ത ആളുകളോട് കൂട്ടുകൂടുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്, സ്വന്തം ഭവനത്തിലെ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്, സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ള കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്യുന്നത്, നിങ്ങളുടെ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്, സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ തട്ടിയെടുക്കുവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരു പരിധിക്കുള്ളിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസം ആവശ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ പറ്റിയ ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളുള്ള പുതിയ പാതകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഒരുപക്ഷെ മാതാപിതാക്കൾ മുഖേന ആകണമെന്നില്ല, സുഹൃത്തുക്കൾ മുഖേനയോ ബന്ധുക്കൾ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം പ്രയത്നം കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഒരു കാര്യങ്ങൾ വിജയിക്കാണ്ട് പോകുന്നത്. എല്ലാവരോടും പറയാതെ രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പഠന ഉപാധികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ വിജയമാണ് ലഭിക്കാനായിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ ആഴ്ചയും വരുന്ന മാസങ്ങളിലെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്. വിദേശത്തും മറ്റ് അങ്ങനെയുള്ള കമ്പനികളിലും ജോലി ചെയ്യാൻ പറ്റുന്നവർക്ക് ഓൺലൈൻ മുഖാന്തരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. എങ്കിലും അത്തരം കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പായി കൃത്യമായി സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം.
സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ നാട്ടിൽ ആരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു കണക്കും ചിട്ടയും വിശ്വസ്തത ഉള്ളവരെയും ഏൽപ്പിക്കുകയും വേണം. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പല അബദ്ധങ്ങളും പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. ചെല്ലുന്ന സ്ഥലങ്ങളെപ്പറ്റി പൂർണ്ണമായും ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പുതിയ ലോകത്തേക്ക് പോകാനുള്ള കഴിവുകളും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ വളരെയധികം ഉയർത്തി എത്തിക്കുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. ചോതി നക്ഷത്രക്കാർക്ക് വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന ഒരു മാസവും ഒരാഴ്ചയുമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ വളരെയധികം ഉയരാൻ സാധിക്കും. ചോതി നക്ഷത്രം ചോദിക്കാതെ കിട്ടുമെന്നും ചോദിച്ചാൽ എന്തും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞ കാലത്ത് ഏതൊരു യാത്രയും ഏതൊരു നല്ല കാര്യത്തിലേക്ക് പോകാനും ബിസിനസ്സുപരമായിട്ട് ഉയരാനും ചോതി നക്ഷത്രക്കാർക്ക് അധികം നേരമൊന്നും വേണ്ട. ആരെങ്കിലും വന്ന് അവരെ സഹായിച്ച എല്ലാ കാര്യങ്ങളിലും കൊടുക്കുന്ന ഒരവസ്ഥയും അവർക്ക് കിട്ടാറുണ്ട്. അതിലൂടെ ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും അവർക്കുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും പേടിക്കാനില്ല. നിങ്ങൾ വിചാരിക്കാത്ത പരിചയക്കാരിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ വിദേശ യാത്ര പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത്തരം കാര്യങ്ങളെ തിരസ്കരിച്ച് കളയാതെ, അല്ലെങ്കിൽ നാടിനെ വിട്ടു പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമത നിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും വിദേശ യാത്രകൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അനുകൂല സമയമാണിത്. എങ്കിലും കൃത്യമായ അവബോധം ഉണ്ടാകണം. ഞാൻ പോയാൽ എന്ത് സംഭവിക്കും, ഞാൻ പോയാൽ വിജയിക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യാത്രകൾ പോകാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയെ ഉപേക്ഷിക്കാതെ തന്നെ നിലനിൽക്കാവുന്നതാണ്. ഫൈഡായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഫൈഡായിട്ട് ചെയ്യാം. ഓൺലൈൻ മുഖാന്തരം ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. വിദേശ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെടാൻ അധികം നേരമൊന്നും മനുഷ്യന് വേണ്ട. യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യത്തിനുള്ള കൃത്യമായ മരുന്നുകളും കാര്യങ്ങളും നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. ആരോഗ്യവിധ പ്രശ്നങ്ങളും ചോതി നക്ഷത്രക്കാർക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ റിക്കവർ ആവാൻ വളരെ താമസം എടുക്കുന്ന നക്ഷത്രമാണ് ചോതി. അതുകൊണ്ട് തന്നെ അതിനുള്ള കൃത്യമായ മരുന്നുകളും നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്ത് ഓർഡറിൽ തന്നെ തയ്യാറാക്കി വെക്കുക. ചെല്ലുന്ന യാത്രാവേളകളിലാണെങ്കിലും മരുന്ന് പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവയെ ക്രമം തെറ്റാതെ കഴിക്കുക. പരിചയമില്ലാത്ത ആളുകളോട് സംബന്ധിച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാവുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. നെറ്റ്വർക്കിംഗ് വളരെ വലുതാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ ലോകം അംഗീകരിക്കാൻ പോകുന്ന ഒരു സമയമാണിപ്പോൾ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ചാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു ഓണക്കാലവും വളരെ നല്ലതാണ്. അവരുടെ പേരിലാണ് ഈ ഒരു നാട് തന്നെ നടക്കാൻ പോകുന്നത്. ഈ ഒരു ദിവസം ആഘോഷങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ചാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം അത്ഭുതകരമായ അനുഭവങ്ങളാണ് ഈ മാസവും വരാൻ പോകുന്ന മാസവും ഈ ഒരു വർഷവും നിൽക്കുന്നത്. വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കുന്നതും ആരും ഒഴിവാക്കാത്ത ഒരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. എല്ലാ ആളുകൾക്കും അവരോട് ബഹുമാനമുണ്ട്. എല്ലാ ആളുകളും ഒരു മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന രീതിയിൽ കാണുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം. ഇനി പൊരുത്തമില്ലാത്തവരായിക്കോട്ടെ പൊരുത്തമുള്ളവരായിക്കോട്ടെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയത്ത് തിരുവോണ നക്ഷത്രക്കാരുടെ കഴിവുകളെ എല്ലാ ആളുകളും ബഹുമാനിക്കാറുണ്ട്. അതുകൊണ്ട് തിരുവോണ നക്ഷത്രക്കാർ വരുന്ന കോപത്തെ കൺട്രോൾ ചെയ്യണം, ധിക്കാരത്തെ കൺട്രോൾ ചെയ്യണം. ആളുകളുടെ പ്രായമോ മറ്റും കണക്കിലെടുക്കാതെ പറയുന്ന വാക്കുകളെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. വിദേശയാത്ര പോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ് നിങ്ങളുടെ ജീവിതം അതിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഹായിക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് വരും. തിരുവോണ നക്ഷത്രക്കാരാണ് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളിലൂടെ നിലനിൽക്കുന്നവരാണ്. അവർക്ക് സുഹൃത്തുക്കൾക്ക് എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ മുഖേന വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. വിദ്യാസമ്പന്നരാകുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായും ജീവിതത്തിൻ്റെ ഒരു 10ാം ക്ലാസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവുകൾ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പഠനം മുടങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു അവസരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇനി അവിടെ കൊണ്ട് പഠനം ഉപേക്ഷിച്ച് പോയെങ്കിൽ പോലും പുതിയ മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾ പഠനം വികസിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വളരെ വലിയൊരു വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യസമേതം ഓരോ ചൂടും നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് നീങ്ങാവുന്നതാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കണം. കാരണം വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കലാപരമായ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടും. നിങ്ങളുടെ കലാപരമായ കാര്യങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ വിദേശ യാത്രകൾ നടത്താനായിട്ട് പോകുന്നത്. അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായി പരിശീലനം ആവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം കൃത്യമായി ഇരുന്നാലേ നിങ്ങൾക്ക് കൃത്യമായി പരിശീലിക്കാൻ പറ്റും. നിങ്ങളുടെ പരിശീലനം കൃത്യമായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്ത് കാണിക്കാൻ പറ്റൂ. നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങളെ ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാല കഴിവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ആളുകൾ കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, അതനുസരിച്ചിട്ടുള്ള വില മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. നിങ്ങൾക്കുള്ള കാര്യങ്ങളെപ്പറ്റി നേരത്തെ സംസാരിച്ചെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായി സംസാരിക്കണം, അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ആരോഗ്യം കൃത്യമായി നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. അതുപോലെ ടെൻഷനുള്ള കാര്യങ്ങളോ അമിത ചിന്തകളോ നിങ്ങൾ ഒഴിവാക്കണം. കൃത്യസമയത്ത് ഉറങ്ങണം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് വിദേശ യാത്രകൾ പോലുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാവുന്നതാണ്. നിലവിലുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ജോലികൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരികയില്ല. നിങ്ങളുടെ കലാപരമായ കാര്യങ്ങളിലൂടെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ജോലികൾ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവർ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കൂലിയും കാര്യങ്ങളും അത് ഈടാക്കേണ്ട ആവശ്യം കൂടി നിങ്ങളുണ്ട്.
മറ്റുള്ളവർക്ക് താമസം മാറലാകെ ഒരു കാര്യത്തിന് വരാറുണ്ട്. യാത്രകൾ വരുമ്പോൾ താമസം മാറേണ്ടതായിട്ട് വരും. വിദേശ യാത്രകൾ താമസം മാറേണ്ടി വരും. ഈ താമസം മാറുമ്പോൾ പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ആരംഭിക്കുന്ന ഒരു നക്ഷത്രമാണ് രേവതി. എല്ലാ സ്ഥലവുമായിട്ടും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ രേവതി നക്ഷത്രക്കാർക്ക് സഹായിക്കത്തില്ല. കാരണം വെച്ചാൽ ഇവരുടെ മൃഗം ആനയാണ്. ആന എന്ന് പറയുന്ന മൃഗത്തിന് ചെറിയ ചെറിയ അസ്വസ്ഥത പോലും സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമുണ്ട്. കാരണം ചെറിയൊരു ചൂടാണെങ്കിലും ഒരു ദാഹമാണെങ്കിലും പരവേശമാണെങ്കിലും ചെറുതായിട്ട് എവിടെയെങ്കിലും മുട്ടിയാലോ തട്ടിയാലോ ഒക്കെ വേദനയോ കാര്യങ്ങളോ ഒന്നും ആന എന്ന് പറയുന്ന ഒരു മൃഗം സഹിക്കത്തില്ല. അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാർക്കും സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് മൊത്തം മാറുന്നതുകൊണ്ട് തന്നെ മറ്റ് താമസ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആരോഗ്യം കൃത്യമായി നിങ്ങൾ സൂക്ഷിക്കണം. ഇല്ല എങ്കിൽ തീർച്ചയായും വിദേശയാത്ര പോലുള്ള കാര്യങ്ങളോ കലാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് പുണർന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. പുണർന്ന നക്ഷത്രക്കാർക്ക് ധാരാളം സൗഹൃദങ്ങളും പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നൊരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ കൂടുതൽ പുതിയതായിട്ട് കിട്ടുന്ന സുഹൃത്തുക്കളെയൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. കാരണം അമിതമായ സഹായങ്ങൾ കൊണ്ട് ആപത്തിപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം. മാത്രമല്ല ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർ വിരോധം വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവം കൂടി പുണർന്നത്തിനുണ്ട്. അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ശ്രീരാമ ഭഗവാന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് വാശി നിങ്ങളിൽ ഉണ്ടാവാം. യുദ്ധം ചെയ്യാനുള്ള രീതിയിലുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ ചിലപ്പോൾ ഇതൊന്നും അംഗീകരിച്ച് തരണമെന്നില്ല. ഒരുപക്ഷെ അവർ സമാധാനത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ പകരം വീട്ടുന്ന ചിന്തകളോ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട്. മുൻപ് നിങ്ങൾ നേരത്തെ ചെയ്ത തെറ്റുപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തീർത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മറന്നു കളഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കാലഘട്ടമാണ്. നിങ്ങളെ സഹായിക്കാനുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റും കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഉയർച്ച ലഭിക്കും. അടുത്തടുത്ത് നമ്മൾ പറയുന്ന അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ചാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് എക്കാലവും ബിസിനസ് പറ്റിയ കാലം തന്നെയാണ്. ബിസിനസ് പരമായ ഐഡിയകൾ അവരുടെ മനസ്സിലോട്ട് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. സാമ്പത്തിക ക്ഷീണങ്ങളെ ഒന്നും അവർ മനസ്സിലാക്കുന്നത് അവർക്ക് പേടിയേ ഇല്ല. അത്തരം കാര്യങ്ങളിൽ പൈസ എടുത്ത് ചിലവാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ഇടപെട്ട് ബിസിനസ് നടത്താനോ ഒന്നും അവർക്ക് ഭയമില്ല. അതുകൊണ്ട് തന്നെ അവർ ബിസിനസ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പുതിയതായിട്ട് വരുന്ന സൗഹൃദത്തിന് കൂട്ട് ബിസിനസ്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ആവശ്യമുണ്ട്. അവിട്ടംകാരെ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ വിദേശപരമായ യാത്രകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പോകാനുള്ള ആളുകളോ വിശ്വസ്തരായ ആളുകളെ മാത്രം കൂട്ടത്തിൽ കൊണ്ടുപോവുക. അവിടെ ചെന്നിട്ട് ബിസിനസ് നേരെ അവരുടെ കൈകളിലേക്ക് മറിച്ചെടുക്കുന്ന ആളുകളെ കൊണ്ടുപോകാതിരിക്കുക. ആളുകളെ ശരിക്കും സ്റ്റഡി ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ അവിട്ടം നക്ഷത്രക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. മറ്റൊരു മെൻറ്ററിൻ്റെ ആവശ്യം അവർക്കില്ല. അല്ലെങ്കിൽ ഒരു വഴികാട്ടിയുടെ ആവശ്യം അവർക്കില്ല. ആരുടെ ഉപദേശവും അവർക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പഠിച്ചെടുക്കും. ബിസിനസ്സുപരമായ കാര്യങ്ങളിൽ മാത്രമേ അവരുടെ ചിന്തകൾ പോകും. ഏതൊരു കാര്യം കച്ചവടം ചെയ്യുന്ന കാര്യത്തെപ്പറ്റി അവരുടെ ചിന്തകൾ പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെൻറ്ററിൻ്റെ ആവശ്യം അവർക്കില്ല. ഇനി മെൻറ്ററിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നവരാണോ എന്നുള്ള കാര്യം സ്വയം ചിന്തിച്ച് സ്വയം ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തി തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നല്ല ഡെവലപ്മെൻറ്റ് എടുക്കാമെന്ന്. നിങ്ങൾ തെറ്റായ കാര്യത്തിലേക്ക് നീക്കുന്ന ആളാണ്, തെറ്റായ ബിസിനസ്സിൽ നീക്കുന്ന ആളാണെങ്കിൽ പോലും അതിനും അവസരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് അവിട്ടം നക്ഷത്രക്കാർക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ വഴി ഇന്ന് പറഞ്ഞത്. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. താങ്ക് യു.